വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. നമ്മൾ എഴുതാൻ പോകുന്ന +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഏറ്റവും വെയിറ്റേജുള്ള ഒരു ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ 100% പറയും അത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററാണെന്ന്. കാരണം അത്രമേൽ വെയിറ്റേജുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. കൂടാതെ തന്നെ ഒരുപാട് റിയാക്ഷൻസ് പഠിക്കാൻ വേണ്ടിയുണ്ട്. പക്ഷേ ഇത് വളരെ ഈസിയാണ്, കാരണം വി ആർ സ്റ്റഡിങ് ഓൾ ദീസ് യൂസിങ് ട്രിക്സ്. നമ്മുടെ ടിപ്സും ട്രിക്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ പോർഷൻസും പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് എന്തായാലും ഫീൽ ചെയ്യും. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ഡിഫർ ഫ്രം അരോമാറ്റിക് ആൽഡിഹൈഡ്സ്. അപ്പം ആൽഡിഹൈഡ്സ് രണ്ടെണ്ണം ഉണ്ടെന്ന് ഇപ്പം തന്നെ മനസ്സിലായി, അലിഫാറ്റിക്കും അരോമാറ്റിക്കും. ഇതിനെ എങ്ങനെ നമുക്ക് ഡിഫർ ചെയ്യും? അതിനകത്ത് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എയിൽ ഗീവ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദ അലിഫാറ്റിക് ആൽഡിഹൈഡ് ആൻഡ് ആൻ അരോമാറ്റിക് ആൽഡിഹൈഡ് കണ്ടെയ്നിങ് 7 കാർബൺ ആറ്റംസ്. 7 കാർബൺ ആറ്റം ഉള്ള ഒരു അരോമാറ്റിക് ആൽഡിഹൈഡും ഒരു അലിഫാറ്റിക് ആൽഡിഹൈഡുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അലിഫാറ്റിക് ആൽഡിഹൈഡിന് എക്സാമ്പിളാണ് ഹെപ്റ്റനോൾ. ഓക്കെ, എന്തായാലും ആൾഡാണ്. അരോമാറ്റിക്കിനകത്ത് ബെൻസാൽഡിഹൈഡ്. ഓക്കെ ആണല്ലോ. 7 കാർബൺ ആറ്റം വേണം, അല്ലെങ്കിൽ നമുക്ക് വല്ലതും പെൻറ്റനാളോ ബ്യൂട്ടനാളോ പറയായിരുന്നു. പക്ഷേ ഇത് 7 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് വി ഹാവ് ടു ടെൽ ഇറ്റ് ആസ് റൈറ്റ് ഇറ്റ് ആസ് ഹെപ്റ്റനാൾ. ഇനി അരോമാറ്റിക് ആണെങ്കിൽ അത് ബെൻസാൽഡിഹൈഡാണ്. എന്താണ് ബെൻസീൻ എന്ന റിങ്ങിന് മുകളിൽ ബെൻസാൽഡിഹൈഡ്, ആൽഡിഹൈഡ് എല്ലാണ്. ഓക്കെ CHO വരുന്നതാണ്. ആൽഡിഹൈഡിൻ്റെ മുകളിൽ CHO വരുന്നതാണ് ബെൻസാൽഡിഹൈഡ്. ഇനി സെക്കൻഡ് ബി: ഗീവ് വൺ റിയാക്ഷൻ ഇൻ വിച്ച് ദ എബോവ് ആൽഡിഹൈഡ് ഡിഫർ. ഏതെങ്കിലും ഒരു റിയാക്ഷൻ്റെ എക്സാമ്പിൾ പറയൂ ഇൻ വിച്ച് അലിഫാറ്റിക് ആൽഡിഹൈഡിനെയും അരോമാറ്റിക് ആൽഡിഹൈഡിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അപ്പോൾ ഞാൻ പറയും: when heated with Fehling solution A and B, heptanol gives a red precipitate while benzaldehyde does not. അപ്പം എനിക്ക് അലിഫാറ്റിക്കിനെയും അരോമാറ്റിക് ആൽഡിഹൈഡിനെയും ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ത്രൂ ഫെല്ലിംഗ് സൊല്യൂഷൻ. അപ്പം ഫെല്ലിംഗ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹെപ്റ്റനാളിന് ഒരു റെഡ് പേഴ്സിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമെങ്കിൽ വേറസ് നമ്മുടെ ബെൻസാൽഡിഹൈഡിന് ഒന്നും സംഭവിക്കില്ല. ഡസ് നോട്ട് ചേഞ്ച്, ദ വോണ്ട് ബി എനി പേഴ്സിപ്പിറ്റേറ്റ്. അപ്പം നോ റിയാക്ഷൻ, ഡസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം March 2009. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ March 2008 ആണെങ്കിൽ ഇത് March 2009 ക്വസ്റ്റ്യൻ ആണ്. Nucleophilic addition reaction is a characteristic of carbonyl group. A. Explain this with specific example how the reaction takes place. Okay, അപ്പം എന്താണ് എക്സ്പ്ലെയിൻ ദിസ് വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾ ഹൗ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ്? ഇപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾ how the reaction takes place. അപ്പോൾ ഞാൻ പറയും: the nucleophilic attacks the electrophilic sp2 hybridized carbon atom of the carbonyl group. അപ്പം sp2 hybridized കാർബൺ ആറ്റത്തിനെ ന്യൂക്ലിയോഫിലിക് വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ഒരു വലിയൊരു അടി നടക്കുകയാണ്. ന്യൂക്ലിയോഫിലിക് എന്ത് ചെയ്തത്? കാർബണൈൽ ഗ്രൂപ്പിലുള്ള sp2 ഹൈബ്രിഡൈസ്ഡിനെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം വാട്ട് വി ഷുഡ് റൈറ്റ്? ദ ന്യൂക്ലിയോഫിലിക് അറ്റാക്സ് ദ electrophilic sp2 hybridized carbon atom of the carbonyl group. As a result, the hybridization of carbon changes from sp2 to sp3. അപ്പം ഇവർ രണ്ടുപേരും നമ്മുടെ അടിയായി മുറിവേറ്റ് രക്തമൊക്കെ വാർന്നൊഴുകി.
എന്ത് സംഭവിച്ചു? sp2 ആയിരുന്നവനെ sp3 ആയിട്ട് മാറി. ആൻഡ് എ ടെട്രാഹെഡ്രൽ ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടെട്രാഹെഡ്രൽ ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ് ഉണ്ടായി. ഓക്കെ, ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഒരു പ്രോട്ടോണിനെ ക്യാപ്ചർ ചെയ്യും ഫ്രം ദ റിയാക്ഷൻ മീഡിയം ടു ഗീവ് ദ പ്രോഡക്റ്റ്. റിയാക്ഷൻ മീഡിയത്തിൽ നിന്ന് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, അഡീഷൻ ഓഫ് HCN. അപ്പം ന്യൂക്ലിയോഫിലിക് അറ്റാക്സ് ദ sp2 hybridized carbon atom of the carbonyl group. As a result, the sp2 hybridized change to sp3 hybridized. And also there will be tetrahedral alkoxy intermediate alkoxide intermediate is formed. അപ്പം ഈ ഇൻ്റർമീഡിയറ്റ് റിയാക്ഷൻ മീഡിയത്തിലുള്ള ഒരു പ്രോട്ടോണിനെ ക്യാപ്ചർ ചെയ്യും. എന്തിനാണ്? ടു ഗീവ് ദ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷോ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അപ്പം ഇതിനകത്ത് ഒരു ഓർഡർ എഴുതണം. സോ ഏറ്റവും കൂടുതലുള്ളത് ഏതിനകത്താണ്? ആദ്യത്തത് ഒരു കാർബൺ ഉള്ളത്. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ ഒരു കാർബൺ ഉള്ളത്, പിന്നെ 2 കാർബൺ ഉള്ളത്, പിന്നെ 3 കാർബൺ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പം ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒരു കാർബൺ ആറ്റം ഉള്ളതിനാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദിസ് ഓർഡർ ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ഓഫ് CH3 ഗ്രൂപ്പ്സ് ആൻഡ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. അപ്പം ഏറ്റവും കൂടുതലുള്ളത് ഒരു കാർബൺ ആറ്റം ഉള്ളതിനാണ്. കാരണം ബിക്കോസ് the electron releasing effect of CH3 is more in HCHO. ഓക്കെ അല്ലേ? ഇനി ചോദിക്കുന്നത് മാർച്ച് 2009 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 3A, ഷോ ഹൗ ആൽഡിഹൈഡ് റിയാക്ട്സ് വിത്ത് ദ ഫോളോയിങ് റിയേജൻറ്റ്. ഫോളോയിങ് റിയേജൻറ്റുമായിട്ട് ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യുന്നത്. ആൽഡിഹൈഡ് റിയാക്ട്സ് വിത്ത്, ഇപ്പം കൊടുത്തേക്കുന്നത് സെമി കാർബസൈഡാണ്. സെമി കാർബസൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ടു ഫോം സെമി കാർബസോൺ. കാർബസൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബസോൺ ഉണ്ടാവും. ഓക്കെ അല്ലേ? ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ആദ്യത്തത് RCHO പ്ലസ് സെമി കാർബസൈഡ്. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. NH2CO NH2. അപ്പം ഇത് റിയാക്ഷൻ ഗീവ്സ് സെമി കാർബസോൺ. അതിനെന്താണ് എഴുതാനുള്ളത്? ഈ പറയുന്ന NH2ൽ ആ NH2 ലെഫ്റ്റ് സൈഡിലൊരു NH2 ഉണ്ടല്ലോ, അത് എഴുതണ്ട. അതല്ലാതെ NHCO NH2 അതേപോലെ എടുത്ത് എഴുതുക. ഞാൻ NH2 എഴുതണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് ഒരു N എഴുതുക, വെറും ഒരു N എഴുതുക. H2 2 H2 കൊടുക്കുന്നതിന് പകരം ഒരു CH കൊടുക്കുക, CHR. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സെമി കാർബസൈഡിൽ നിന്നും N എടുക്കുക, NHCO NH2. ആ H2ന് പകരം CH കൊടുക്കുക. CH കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 ബോണ്ട് ഇടുക, ദെൻ R പ്ലസ് H2O. ഇനി സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. Aldehyde when treated with zinc amalgam and concentrated HCl to form alkanes. അപ്പം സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റഡ് HClമായിട്ട് ആൽഡിഹൈഡ് റിയാക്ട് ചെയ്താൽ, ദാറ്റ് ഇസ് CH3CHO പ്ലസ്
HClൻ്റെ H, പിന്നെ ആരോയുടെ മുകളിൽ സിങ്ക് ഓർ Hg gives alkane CH3. ഇനി ബിയിലെ 1, how can you manufacture formic acid from carbon monoxide? കാർബൺ മോണോക്സൈഡിൽ നിന്നും എങ്ങനെയാണ് ഫോർമിക് ആസിഡിനെ മാനുഫാക്ചർ ചെയ്യുന്നത്? കാർബൺ മോണോക്സൈഡ് NaOHുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഫോർമേറ്റ് ഉണ്ടാവും. This on acidification will dilute H2SO4 to form formic acid. How can you manufacture formic acid and carbon monoxide? എനിക്ക് ഫോർമിക് ആസിഡ് വേണം ഫ്രം കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൽ നിന്നും എനിക്കെങ്ങനെ ഒരു ആസിഡായി ഫോർമിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? അപ്പം ക്വസ്റ്റ്യന് തന്നേക്കുന്ന കാർബൺ മോണോക്സൈഡ് പ്ലസ് NaOH എടുക്കുക. NaOH gives HCOONa, അല്ലെങ്കിൽ എഴുതുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ആസിഡാണ് കിട്ടാനുള്ളത്. ആസിഡ് എന്ന് പറയുമ്പോൾ COH, ഫോർമിക് ആസിഡാണെങ്കിൽ HCOOH. HCOH കിട്ടണമെങ്കിൽ COH ആദ്യം വേണം. അപ്പോൾ COH എഴുതി. പിന്നെ ഏതെങ്കിലും ഒരു മെറ്റൽ സോഡിയം എഴുതി. സോഡിയവും HCOയും കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ റിയാക്ട് ചെയ്യണം? നമുക്ക് ഓൾറെഡി അറിയാം കാർബൺ മോണോക്സൈഡ് ഉണ്ടെന്ന്. കാർബൺ മോണോക്സൈഡ് എഴുതി പ്ലസ് എന്നും കൂടി ചേരുമ്പോഴാണ് NaCOH ആവുന്നത്. C എടുത്ത് OH കിട്ടുന്നത് NaOH കിട്ടുന്നത് NaOH. മനസ്സിലായോ? അപ്പം നമുക്ക് വേണ്ടുന്നത് HCOH ആണ്. HCOH കിട്ടണമെങ്കിൽ HCOO വേണം. പിന്നെ ഏതെങ്കിലും ഒരു മെറ്റൽ Na. അപ്പം HCONa കിട്ടണമെങ്കിൽ 2 കോമ്പൗണ്ട്സ് വേണം. ഒന്ന് എനിക്കറിയാം കാർബൺ മോണോക്സൈഡ്, കാരണം അത് ക്വസ്റ്റ്യനിലുണ്ട്. കാർബൺ മോണോക്സൈഡ് പ്ലസ് പിന്നെ ബാക്കിയുള്ള ഏതൊക്കെയാണ് അതിനകത്തുള്ളത്? HONa. അപ്പം NaOH എന്ന് എഴുതി. ഇനി B2, സജസ്റ്റ് എ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ദിസ് ആസിഡ് ഫ്രം അസെറ്റിക് ആസിഡ്. അപ്പം ഫോർമിക് ആസിഡിനെ അസെറ്റിക് ആസിഡിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കൽ ടെസ്റ്റ്. അക്കൗണ്ട് ഫോർ ദ ഒബ്സർവേഷൻ. അപ്പം അത് ഐഡോഫോം ടെസ്റ്റാണ്. വെൻ അസെറ്റിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈപ്പോഅയഡൈറ്റ് നമുക്കൊരു യെല്ലോ പേഴ്സിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. ദ റിയാക്ഷൻ ഇസ് നോട്ട് ആൻസേർഡ് ബൈ ഫോമിക് ആസിഡ്. അപ്പം അസെറ്റിക് ആസിഡ് സോഡിയം ഹൈപ്പോഅയഡൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു യെല്ലോ പേഴ്സിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. ദിസ് റിയാക്ഷൻ ഇസ് നോട്ട് ആൻസേർഡ് ബൈ ഫോമിക് ആസിഡ്. ഓക്കെ. ഇനി ബി നമ്മുടെ മാർച്ച് 2010 ക്വസ്റ്റ്യൻ ആണ്. 4A, aldehydes and ketones are organic compounds containing carbonyl group. Write a chemical reaction used to distinguish between aldehydes and ketones. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ടോളൻസ് ടെസ്റ്റ് ഓർ ഫെല്ലിങ്സ് ടെസ്റ്റ് ആണ്. അടുത്തത്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ക്ലെമൻസൺ റിഡക്ഷൻ ആൻഡ് വൂൾഫ്-കിഷ്നർ റിഡക്ഷൻ. നെയിം ദ റിയേജൻറ്റ് ഇൻ ബോത്ത് കേസസ്. ക്ലെമൻസൺ റിഡക്ഷനിലാണെങ്കിൽ സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl ആണ് വേണ്ടുന്നത്. വൂൾഫ്-കിഷ്നർ റിഡക്ഷനിലാണെങ്കിൽ ഹൈഡ്രസീനും KOHുമാണ് കിട്ടേണ്ടത്, നമ്മൾ എടുക്കേണ്ടത്. അടുത്തത്, ഹൗ വിൽ യു മേക്ക് ദ ഫോളോയിങ് കൺവേർഷൻ. ഇതെന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണണം. സോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇത് പഠിക്കുക, അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. താങ്ക് യു.
ഓക്കെ, ഇതും വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ഈസി.